ഹായ് ഹലോ പുതിയ കേക്ക് ഡെക്കറേഷൻസ് കാണാം. നമുക്ക് ഇന്ന് സെറ്റ് ചെയ്യാനുള്ളത് ഈ ഒരു 3 കേക്കാണ് കേട്ടോ. ഞാൻ ഓൾറെഡി ക്രം കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോസ് എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഓരോരോ കേക്കായിട്ട് നമുക്ക് ഫൈനൽ കോട്ട് ചെയ്തെടുക്കാം. നമ്മളിത് തലേന്നേ ചെയ്യുന്നതാണ് കേട്ടോ ഈ ഒരു ഫൈനൽ കോട്ടിങ്. ബാക്കി ഡെക്കറേഷൻസ് ഒക്കെയാണ് നമ്മൾ ഡെലിവറിക്ക് അനുസരിച്ച് ഓരോന്നോരോന്നായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് 1 kg ബട്ടർ സ്കോച്ച് ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ 5 ഇഞ്ചിലാണ് കേട്ടോ ബേക്ക് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് കസ്റ്റമർ ഓൾറെഡി ഒരു ബ്ലാക്ക് വൈറ്റ് തീമിലാണ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡെലിവറിയുടെ ഒരു 1 hour മുന്നേ വിളിച്ചു പറഞ്ഞു ബ്ലാക്ക് വേണ്ട, ഗ്രീൻ മതി, ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്ത് തരുന്നു എന്ന്. അപ്പോൾ നമ്മൾ ഗ്രീൻ ഷെയ്ഡിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോളുടെ നെയിം നമ്മൾ ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിന് മാച്ചായിട്ടുള്ള ഫോക്സ് ബോൾസും ബട്ടർഫ്ലൈസും ഒക്കെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളടുത്ത് തന്ന മോഡൽ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഇതല്ല കേട്ടോ. നമുക്ക് തന്ന മോഡലിലുള്ള ബട്ടർഫ്ലൈസോ ഫോക്സ് ബോൾസോ നമ്മളെ കയ്യിലില്ല. നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ ഏകദേശം അതിന് മാച്ചാക്കി ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് ഞാൻ ഓട്ടോയിൽ അയക്കുകയാണ് ചെയ്തത് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു കേക്കാണ്. ഈ ഒരു കേക്ക് ഇവിടെ നമ്മൾ അടുത്ത് തന്നെയായിരുന്നു, അതും നമ്മൾ ഓട്ടോയിൽ അയക്കുക ചെയ്തത്. ഇവിടെ വന്ന് പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, നമുക്കും ഇത് കൊണ്ടു കൊടുക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കേക്ക് 1 kg വാനില ആയിരുന്നു. 7 ഇഞ്ചിലാണ് കേട്ടോ ബേക്ക് ചെയ്തിട്ടുള്ളത്. മോഡലൊന്നും നമ്മളെടുത്ത് പറഞ്ഞിട്ടില്ല, നമ്മളെ ഇഷ്ടത്തിന് ചെയ്യാൻ പറഞ്ഞതാണ്. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ബർത്ത്ഡേ അല്ല, ആളുടെ അറബി മാസത്തിൽ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് കേട്ടോ. അതുകൊണ്ട് സിമ്പിളായിട്ടൊരു കേക്ക് ചെയ്യാമെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരുപാട് വർക്ക് ചെയ്യാൻ ഉള്ള മൂഡുണ്ടായിരുന്നില്ല, കാരണം ഞാൻ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ബേബിയുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മോൻ്റെ നെയിമും ഞാൻ ഫോണ്ടനിൽ വെച്ചിട്ടുണ്ട്. ഇനി ആ ഒരു ബേബിൻ്റെ ഡ്രസ്സിന് മാച്ചാക്കിയിട്ട് കുറച്ച് ബ്ലൂ സ്റ്റാർസ് കൂടി കട്ട് ചെയ്തിട്ട് ഓരോരോ ഗ്യാപ്പിലാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. അപ്പോൾ ഇത് കസ്റ്റമർക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു കേക്കും കൂടിയും ചെയ്യാനുണ്ടായിരുന്നു. ഈ ഒരു കേക്ക് 1 kg വാനില തന്നെയായിരുന്നു. ഇത് നമുക്ക് എൻ്റെ ഫ്രണ്ട് തന്ന ഓർഡറാണ് കേട്ടോ. ആളുടെ വീട്ടിൽ അവരുടെ വീട്ടിലൊരു മാരേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വരുന്ന കസിൻസിന് ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ആണ്, അപ്പോൾ കട്ട് ചെയ്യാനുള്ള കേക്കാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളുടെ അടുത്ത് മോഡൽ അവർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ അയച്ചതിൽ നിന്ന്. അപ്പോൾ അതുപോലെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കേക്ക് ഫൈനൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫോണ്ടൻറ്റിലുള്ള ഐറ്റംസൊക്കെ നമ്മൾ തലേന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഡെലിവറിയുടെ മുന്നേ നമ്മൾ വെച്ച് കൊടുക്കണേല്ലേ ഉള്ളൂ. അപ്പോൾ ഫോണ്ടൻറ്റിൽ നമുക്കൊരു ക്രൗണ് ചെയ്യാണ്ടായിരുന്നു. പിന്നെ ബേബിൻ്റെ നെയിം നമ്മൾ ഫോണ്ടൻറ്റിൽ തന്നെ ഫ്രണ്ടിലായിട്ട് അതിൻ്റെ ചുറ്റോറും ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ചെയ്യേണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് വലിയ കട്ടേഴ്സാണ്, നമ്മുടെ ആൽഫബറ്റിക് കട്ടേഴ്സ്. സോ നമുക്ക് നെയിം ഫോണ്ടൻറ്റിൽ എഴുതാനേ അപ്പോൾ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ, കാരണം കട്ടേഴ്സിൽ എഴുതി കഴിഞ്ഞാൽ അതിൽ കൊള്ളില്ല. അതുകൊണ്ട് ഞാൻ മോളുടെ നെയിം നമ്മൾ എൻഗേജ്ഡ് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചുറ്റോറായിട്ട് ഗോൾഡൻ കളറിലുള്ള ബോൾസും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.